ഹലോ ഗൈസ്, പോക്കിമോണിക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളങ്ങനെ അനിസ്റ്റ സിറ്റി ജിം ലീഡർ കുളിമ്പിനെ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, സോ അതായത് നമ്മളെ 7th ജിം ബാച്ചിലായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ആകെ കൂടി കാലോസ് റീജിയൻ്റെ ലാസ്റ്റ് ജിം ബാച്ച്, അതായത് ഒരു ജിം മാത്രമേ ബാക്കിയുള്ളൂ. സോ ആക്ച്വലി ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ഹോളോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ലീസാൻഡ്രെ ആക്ച്വലി അവൻ ടീം പ്ലേൻ്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, സോ അവൻ പറയുന്നത് അൾട്ടിമേറ്റ് വെപ്പൺ അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഈ ലോകം മൊത്തം അവൻ ഇത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ്. അതായത് ടീം പ്ലേൻ്റെ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെ ഈ അൾട്ടിമേറ്റ് വെപ്പൺ ഉപയോഗിച്ച് എല്ലാം നശിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അവരുടെ സ്വകാര്യതയല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സോ ടീം ഫ്രണ്ട് മെമ്പർ അല്ലാത്തവർക്കും ഇത് ബാധകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു ബാധകമല്ലാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് പോകേണ്ടത് റെഡ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഉണ്ട് പോക്കിമോൺ സെൻറ്ററിൻ്റെ അടുത്ത്. സോ നേരത്തെ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു പ്രൊഫസറിനെ കാണാനായിട്ട്. സോ സെയിം ആ ഒരു കഫേയിലോട്ടാണ് നമ്മളിപ്പോൾ പോകേണ്ടത്. ഓക്കെ, സോ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ, ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെഡ് കഫേ എന്നാണ് എനിക്ക്. ഡോമിൽ കുറേ കഫേ ഉണ്ട് ഈ ലൂമിയ സിറ്റിയിൽ. അതുമാത്രമല്ല വലിയ സിറ്റി ആയതുകൊണ്ട് നമുക്കങ്ങനെ എളുപ്പത്തിൽ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് പറയണ്ടേ. സോ സൗത്ത് ബോൾവിയാർഡ് അങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ. അവിടെയാണ്, നോർത്തിലാണ് ആക്ച്വലി ലൂമിയ സിറ്റി ജിമ്മിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേ ആ സെൻട്രിക്കോ പ്ലാസ ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ട് ഒരു പോക്കിമോൺ സെൻ്റർ ഉണ്ട്. സോ അവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല, പക്ഷേ ഇത് തന്നെയാണോ വഴി? യെസ്, മജന്റ പ്ലാസ അല്ലേ, മജന്റ പ്ലാസ എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇവിടെ ഒരു ടീം പ്ലെയർ ഉണ്ടല്ലോ, ഇവിടെ എവിടെയോ ആണ്. പോക്കിമോൺ സെൻ്ററിൻ്റെ ഓപ്പോസിറ്റിലാണ് മറ്റേ റെഡ് കഫേ ഉള്ളത്. ഇത് തന്നെയാണ് സ്ഥലം. ഇവിടെ ആരുമില്ലേ? നമുക്ക് ആരും സംസാരിച്ച് നോക്കാം. അതൊക്കെ എന്തെങ്കിലും ടീം ഫ്ലെയറിനെ കുറിച്ചുള്ള മെസ്സേജ് എന്തെങ്കിലോ? ടീം ഫ്ലെയറിൻ്റെ മെമ്പറാണോ ഇയാള്? എന്നാ ഇയാള് സെർവന്റിൻ്റെ വേഷമൊക്കെ, വെയിറ്റർ, സെർവൻ്റ് അല്ല, വെയിറ്ററിൻ്റെ വേഷമൊക്കെ ഇട്ടോണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബാറ്റിൽ. സോ നമുക്ക് എന്തായാലും ഫ്ലൈ യൂസ് ചെയ്ത് നോക്കാം. യെസ്, ഏതല്ലേ അത് ഫൈറ്റിംഗ് ടൈപ്പ് ആയതുകൊണ്ടാണ് അത് സൂപ്പർ എഫക്റ്റീവ് ആയത്. ഓക്കെ, സ്ക്രാഫ്റ്റി എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ടൈപ്പ് പോക്കിമോൺ ആണ്. ഓക്കെ, സോ നമ്മുടെ ഹാഗർ നമ്മൾ ലെവൽ 45 ആയിട്ടുണ്ട്. സോ നമ്മുടെ ലൂഷ്യസ് ലെവൽ 52 ആയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഓപ്പൺ സീസാമി, എന്താണ് ഓപ്പൺ സീസം? അത് പാസ്വേഡാണ്. ഓക്കെ, ഏതൊരു ഡോറ് തുറക്കാനുള്ള പാസ്വേഡാണ് ഓപ്പൺ സീസേം. മറ്റേ അലീബാബയും 40 കള്ളന്മാരും അങ്ങനെ ഒരു നോവലുണ്ടാകും. നോവലാണോ സ്റ്റോറിയാണെന്ന് അറിയില്ല. അതിൽ ഇതേപോലെയാണ് ഒരു പാസ്വേഡൊക്കെ ഉണ്ട്. സോ അതാണ് ഈ ഓർമ്മ വരുന്നത് ഇത് കേട്ടപ്പോൾ. സോ നമുക്ക് എന്തായാലും ഫ്ലൈ തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതുകൊണ്ടൊന്നും ആവില്ലടാ. അതിന് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ട് എനിക്ക് എന്ത് സംഭവിക്കണം?
ക്രഞ്ച് യൂസ് ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പ്രസ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പാസ്വേഡ്. കണ്ടില്ലേ, അതാണ് ആ പാസ്വേഡ്. ആ സീക്രട്ട് സ്വിച്ച് നമ്മൾ അമർത്തിയാൽ ആ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിസൻഡർ ലാബ്സ്. കണ്ടില്ല, ഇയാളാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണക്കാരൻ. എൻ്റെ ദൈവം, എത്രയും ദിവസം എനിക്ക് ആക്ച്വലി പറഞ്ഞു തോന്നില്ല. ലിസൻഡർ, വെൽക്കം. This world will eventually reach the point of no return. Saving the life of all is impossible. അത് നീ എങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? അത് ശരി. Only the chosen one will be obtaining ticket tomorrow. എങ്ങോട്ടാ? കാശിക്കാണോ? Do you want to have a ticket or do you want to stop me? എങ്ങോട്ടേക്കുള്ള ടിക്കറ്റാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇയാളെ കൊണ്ട് തോറ്റില്ല. ഷോ മീ ഇൻ ബാറ്റിൽ. നാല് പോക്കുമുണ്ട്. ഓക്കെ, ഇയാൾ എനിക്ക് ആദ്യം തൊട്ട് സംശയം ഉണ്ടാവും. ഉള്ളത് പറയുന്നുണ്ട്, ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു വേഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ടീം ഫ്ലെയറിനെ പോലെയാണ് ഇയാളും. മറ്റേ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമുക്ക് ഫ്ലൈ യൂസ് ചെയ്ത് നോക്കാം. കാരണം മീൻഫോ എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ടൈപ്പാണ്. അപ്പോൾ ഫ്ലൈയിങ് ടൈപ്പ് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും. കണ്ടില്ല, അവൻ ഹൈ ജമ്പ് കിക്ക് ചെയ്തപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏൽക്കില്ല. കാരണം നമ്മൾ ഫ്ലൈ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്ലൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കൊള്ളില്ല. 2 ടേൺ മൂവ് ആയതുകൊണ്ട്, അതായത് ആക്ച്വലി ഫ്ലൈ എന്ന് പറയുന്ന 2 ടേൺ മൂവ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം പോക്കിമോൺ ഫ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് മറ്റേ പോക്കിമോൺ ഇങ്ങനത്തെ ഹൈ ജമ്പ് കിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് കൊള്ളില്ല. അതാണ്. സോ ആ ഒരു മൂവിന് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും മെഗാ എവോൾവ് ചെയ്യാം. ഗ്യാലഡോസ് എന്ന് പറയുന്നത് വാട്ടർ ടൈപ്പാണ്. നമുക്കിവിടെ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം നമുക്ക് റോക്ക് ആൻഡ് ഫ്ലൈൻ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വാട്ടർ ടൈപ്പ് സൂപ്പർ എഫക്റ്റീവാണ്. അതേസമയം ഗ്യാലഡോസ് ഫ്ലൈയിൻ ടൈപ്പ് ആയതുകൊണ്ട് വാട്ടർ ആൻഡ് ഫ്ലൈൻ ടൈപ്പാണ്. സോ അതിന് റോക്ക് ടൈപ്പ് മൂവ്സ് കണ്ടില്ലേ, അതിന് റോക്ക് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും, ഉറപ്പാണ്. അക്വാടൈൽ, എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചില്ല, ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. ഇല്ലേ, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. റോക്ക് ടൈപ്പ് മൂവ്സ്, റോക്ക് ടൈപ്പ് പോക്കിമോണ് സൂപ്പർ എഫക്റ്റീവാണ് റോക്ക് ടൈപ്പ് മൂവ്. പക്ഷെ എൻ്റെ ദൈവമേ, 1 ഹിറ്റ് നോക്കട്ടെ. ഓക്കെ, സാരമില്ല. ഓക്കെ, ഇവന് ഗസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ ലെറ്റ്സ് ഗോ ഹമുറ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. നമുക്ക് ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ഔള സ്പിയർ. അതുകൊണ്ട് തീരുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ഹോപ്പ്. നമുക്കൊരു ഹോപ്പ് ഉണ്ട്. കണ്ടില്ല, വെരി എഫക്റ്റീവ്. അവൻ എക്വേറ്റ് ചെയ്ത്. എൻ്റെ ദൈവമേ, നമ്മുടെ ഹമുറ ഫെയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. യെസ്. ഓക്കെ, ഗ്രൗണ്ട് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് ആയതുകൊണ്ട് നമ്മുടെ 2 പോക്കിമോൺ ഡിഫീറ്റ് ആയി. ഓക്കെ, സോ ലൂഫിയസിനെ ഇറക്കാൻ വേറെ വഴിയില്ല. ആക്ച്വലി വാട്ടർ ടൈപ്പിനെ കൗണ്ടർ ചെയ്യാൻ നല്ലൊരു പോക്കിമോൺ വേണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തണ്ടർസ്റ്റോൺ ഞാൻ വിറ്റു പോക്കിമാർട്ടിൽ. ഇല്ലെങ്കിൽ ഞാൻ പിക്കച്ചുവിനെ പിടിച്ചിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ പൊന്നെ, ഔട്ട് കളിച്ചോ.
ഓക്കെ, നല്ല രീതിക്ക് ഡാമേജ് കൊണ്ടു, പക്ഷേ സ്റ്റിൽ നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. യെസ്, അങ്ങനെ ഗ്യാലഡോസ് ഫെയിൻ്റ്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ പോക്കിമോൺ മക്രോ. യെസ്, അല്ല രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അവൻ നമ്മുടെ 2 പോക്കിനെ ഫെയിൻ്റ് ആക്കി, നമ്മൾ അവൻ്റെ 2 പോക്കിനെ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ പകുതി ലൈഫ് പോയി, കണ്ടില്ലേ? ഓ, അതെന്തൊക്കെ ഉണ്ട് എൻ്റെ പൊന്നേ. ഓ, അത് സൂപ്പർ എഫക്റ്റീവ് അല്ല, പക്ഷെ അത് സ്റ്റിൽ ആ ഡാമേജ് ഉണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നെ. ഓ, പൈവോ. ഓക്കെ, അതിൻ്റെ അവസാനത്തെ പൊക്കമോൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓ ഷെടാ, നമുക്ക് എന്തായാലും ഡ്രാഗൺ, ലെറ്റ്സ് ഗോ ഡ്രാഗൺ. ഏതോ വഴിയില്ല ഗൈസ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റോക്ക് ടോംബ് എഫക്റ്റീവ് ആണോ അറിയില്ല. ഓ, ഡാർക്ക് പൾസ്. എൻ്റെ പൊന്നെ, നമുക്ക് സ്വിച്ച് ചെയ്യാം, വേറെ വഴിയില്ല. അതിൻ്റെ പുകയും വിഷയം പുകയാണ് കേട്ടോ, വിഷയം. കാണുന്ന ആളൊന്നല്ല അവൻ. അയ്യോ, ഓക്കെ. സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും പൈവറിൻ്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഒരേ ആൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. സോ നമുക്ക് എന്തായാലും ഫുൾ റീസ്റ്റോർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ലൂഷ്യസ്. അക്കിലീസ് ഫെയിൻ്റായി, സാരമില്ല. പക്ഷേ നമുക്ക് ഇവനെ തീർക്കാൻ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. വേറെ ആരെക്കൊണ്ട് സാധിക്കും? ഓ, വീണ്ടും മറ്റേ ഹൈപ്പർ യൂസ് ചെയ്തു, ഹൈപ്പർ വോയിസ്. ഇവൻ്റെ ക്രിട്ടിക്കലിറ്റി. പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടോ ഗൈസ്, 1 ഹിറ്റ് നോക്കട്ടാണ് ഫോർ ഷ്യൂർ. യെസ്, അതോടെ കളി അല്ലേ ഗൈസ്? I can feel the fire of your convictions burning deep within your heart. ഓക്കെ, പിന്നല്ല. ഓക്കെ ഗൈസ്, സോ ഫൈനലി നമ്മുടെ ഡോറാഗോൺ, നമ്മുടെ ടൈറൻറ്റ് ഇവോൾവ് ആവുന്ന ടൈമാണ്. ഓക്കെ, സോ ലെവൽ 39 ഇതാണ് ഇവോൾവ് ആകുമെന്ന് എനിക്ക് അറിയാമെന്ന്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ബാറ്റിൽ സ്വിച്ച് ചെയ്തിട്ട് മാറ്റിയത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏതല്ലേ? എൻ്റെ മോനെ, ടൈറാനിത്രം. സോ ടൈറാനിറ്റ് അതുപോലെ ആണ് പേരെങ്കിലും, പക്ഷേ ഇത് ഡ്രാഗൺ ടൈപ്പ് പോക്കിമോണാണ്.
ഓക്കെ, ബട്ട് വി ആർ ഗുഡ് ടു ഗോ വിത്ത് ദിസ് ടീം. ഈ ടീമിന് ഒരു കുഴപ്പവുമില്ല ഗൈസ്. Your conventions and those of your Pokemon. I tried to save people and the world with the profit from this lab, but my effort had no effect. The world was just too vast and too full of fools that I couldn't save through my hard work. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? Try to stop the ultimate weapon if you must, but to do so you will have to explore our lab. Okay. And have Pokemon battles with all you meet. ഓക്കെ, സോ നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൺ റിവൈവ് ചെയ്യുന്നത് തടയണം എന്നുണ്ടെങ്കിൽ ഈ ലാബ് മൊത്തം നമ്മൾ പരിശോധിക്കണം എന്നാണ് പറയുന്നത്, എക്സ്പ്ലോർ ചെയ്യണം. അതുമാത്രമല്ല ഈ ടീംസിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ അവരായിട്ട് നമ്മൾ ബാറ്റിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലിഫ്റ്റിലേക്ക് കയറി പോകണം എന്നുണ്ടെങ്കിൽ ഈ ലിഫ്റ്റിലേക്ക് നമുക്ക് ഈ പാസസ് കിട്ടില്ല, കാരണം നമുക്ക് കീ ഇല്ല. ഓക്കെ, സോ ആക്സസ് കീ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആരുടെങ്കിലും കയ്യിലുണ്ടാവും, ഏതെങ്കിലും ടീം ഫ്ലഡ് കയ്യിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ സി ദ ഫസ്റ്റ് ബാറ്റിൽ. ഓക്കെ, ഇവൻ്റെ കയ്യിൽ ആ ഒരു ആക്സസ് കാർഡ് കിട്ടുമോയെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. സ്വാലറ്റ്. ഓക്കെ, അത് പോയിസൺ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫ്ലൈ യൂസ് ചെയ്യാം. ഫ്ലൈയിൽ കുറഞ്ഞ ഒരു പരിപാടിയില്ല. പക്ഷെ അത് അത്രയും എഫക്റ്റീവ് ആയില്ല കേട്ടോ. ഓക്കെ, അതിൻ്റെ ഡിഫൻസ് കൂട്ടുകയാണ്. ഓക്കെ, എൻ്റെ പൊന്ന് അതിൻ്റെ HP കൂടി. ഇത് ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ക്രഞ്ച് യൂസ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡിഫൻസ് വീണ്ടെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വൺസ് മോർ ക്രഞ്ച് യൂസ് ചെയ്ത് നോക്കാം. അതിൽ തീരുമോയെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. യെസ്, അടുത്ത് നമ്മൾ ഫ്ലൈ യൂസ് ചെയ്യും. അയ്യോ, ഇതിന് ഏതല്ലേ എൻ്റെ പൊന്ന്, ആൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഒന്നുകൂടി ക്രഞ്ച് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഫ്ലൈ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്രഞ്ച് തന്നെ യൂസ് ചെയ്യാം. അതിൽ തീരുന്നില്ലേ? എൻ്റെ പൊന്നെ, ഫ്ലൈ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് അത്രയും HP ഉള്ളതുകൊണ്ട് ക്രഞ്ചിൽ തീരും എന്നാണ് ഞാൻ വിചാരിച്ചത്, ബട്ട് എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. എൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. എൻ്റെ പൊന്നെ, ഇത് ഏലിയാനാണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. യെസ്, കാലസ് പവർ പ്ലാന്റ് കണ്ടില്ലേ അവിടെ ഏലിയാന. ഒരു മാസ്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഓൾറെഡി 2 പോക്കിമോൺ ഉണ്ട്. ഓക്കെ, ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ട്രൈ.
ഒന്നുകൂടി നമുക്ക് ഫ്ലൈ യൂസ് ചെയ്ത് നോക്കാം. യെസ്, കുത്തികയറ്റി ഏതല്ലേ ഒളിച്ച്. ഓ, ഇത് സ്റ്റീം പോക്കിമോൺ ആണല്ലോ, ഡ്രാഗോൺ. ഓക്കെ, നമുക്ക് എന്തായാലും മെഗാ എവല്യൂഷൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും നടക്കണമെങ്കിൽ വേറെ വഴിയില്ലല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് മെഗാ എവോൾവ്. എൻ്റെ മോനെ, എൻ്റെ കുറച്ച് ലൈഫ് കുറയ്ക്കാൻ പറ്റി. ഓ, നമ്മുടെ പകുതി ലൈഫ് കളയും. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷേ ഡ്രാഗൺ ടൈപ്പ് പോക്കുമ്പോൾ ഡ്രാഗൺ ടൈപ്പ് മൂവ്, അതേപോലെ ഐസ് ടൈപ്പ് രണ്ടും സൂപ്പർ എഫക്റ്റീവാണ്. പിന്നെ ഫെയറി ടൈപ്പും സൂപ്പർ എഫക്റ്റീവ് മൂവാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ടൈപ്പ് പോക്കിമോൺ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ടൈറാൻഡ്രം. പക്ഷെ അത് വെച്ചിട്ട് ഇവനെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ക്രഞ്ച് യൂസ് ചെയ്ത് നോക്കാം. ആ ഒരൊറ്റ മൂവ് ഉണ്ടല്ലോ ഡ്രാഗൺ ഗ്ലോ, എൻ്റെ പൊന്നെ, ആദ്യം യൂസ് ചെയ്തപ്പോൾ പകുതി ലൈഫ് തോന്നും, പിന്നെ യൂസ് ചെയ്തപ്പോൾ പൊന്നെ നമ്മൾ ഫെയിൻ്റ് ആകാതെ. ഓ, ഓക്കെ, നമ്മുടെ എയറോഡാക്റ്റിൽ ഡെവലപ്പായി, അഖിലീസ് ഡെവലപ്പായി. ഓക്കെ, ഓ, ഡ്രാഗൺ ഡെവലപ്പായി. ഓക്കെ, കഴിഞ്ഞില്ലേ? ആരുടെയിലാണ് ആ ഒരു ആക്സസ് സ്കീൽ ഉണ്ടാവുക എന്നറിയില്ല. ഓ, അവൾ തോറ്റുപോയത് കൊണ്ടാണ് നമുക്ക് പോകാൻ അനുമതി കൊടുത്തത്. ഓക്കെ, സോ അതായത് അവളുടെ ബാറ്റിൽ നമ്മൾ അവളെ ഡിഫീറ്റ് ചെയ്തപ്പോൾ അവൾ പോകാൻ സമ്മതിച്ചു. ഓക്കെ, അല്ലെങ്കിൽ അതെന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും എയർഡാറ്റിലിന് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡ് പോയി നോക്കാം നമുക്ക്. പക്ഷെ ഇവിടെ ഒന്നും കാര്യമായിട്ട്, ഓ, ഇതെങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ പൊന്നെ. ഓക്കെ 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 ഹൗ ആ റൂം ഏതായിരിക്കും? ഇത് മറ്റേ 2 പേരല്ലേ നമ്മുടെ പോക്കറ്റ് അപ്ഡേറ്റ് ചെയ്തത്? ആ, ഇവരാരെയോ അന്വേഷിച്ച് വന്നതാണ്. ഓക്കെ ഓക്കെ, റിവൈവ്. ഓക്കെ, നല്ല കാര്യം. നമുക്കിനി ഈ സൈഡിലോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഇയാളെ ബാറ്റിൽ ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ,
ഓക്കെ, അയാൾ ബാറ്റിൽ ചെയ്ത് ഡിഫീറ്റ് ചെയ്തു. വെറുതെ ടീമിലെ ബാറ്റിൽസ് കാണിച്ച് സമയം കളയണ്ടല്ലോ. ഇതേ അടുത്തവൻ. ഓക്കെ, അങ്ങനെ അവനെയും നമ്മൾ ഡിഫീറ്റ് ചെയ്തു. നമ്മൾ വന്ന വഴി മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. വീണ്ടും അങ്ങനെ വന്ന വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ വഴിയിലൂടെ പോകണമെന്നുണ്ട്, പക്ഷേ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇപ്പം എന്താ ചെയ്യുക? അങ്ങോട്ടാണ് ആക്ച്വലി പോകേണ്ടത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനൽ ബാറ്റിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ടീംസിലെ ബാറ്റിലില്ല. പക്ഷേ ഇത് എവിടെ പോയി അവസാനിക്കുമോ എന്തോ. നമ്മൾ കുറേ നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു വഴിയായി. ഓക്കെ, ഹൈപ്പർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഒരു ക്ലൂവും കിട്ടുന്നില്ല. എങ്ങോട്ടും പോകേണ്ടത് ഒന്നും അറിയില്ലല്ലോ. ഒരു ക്ലൂ ഇല്ല, ഒന്നുമില്ല. അയാളൊക്കെ നമ്മൾ നേരത്തെ ഡിഫീറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെയല്ല പോകേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പോകാം. ഓ, ഇവിടെയും ബാറ്റിലുണ്ടല്ലേ, അത് ശരി. ഓക്കെ, സോ ഇയാളെ കൂടി ഡിഫീറ്റ് ചെയ്യാം. ബാറ്റിൽ അവസാനിച്ചെന്ന് കരുതി, പക്ഷേ ഓക്കെ. ഓക്കെ ഗൈസ്, അയാളെയും ഡിഫീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ,
സോ ആ റൂമിൽ ആരാ ഉള്ളതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടീം ഫ്ലെയർ ഗ്രണ്ടല്ല, ടീം ഫ്ലെയർ സയൻറ്റിസ്റ്റാണ്. ഓക്കെ, നീ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക. യെസ്. അതിനെന്താ ഇപ്പോൾ? ഓ, ഈ ഹോളോകാസ്റ്ററി ഇവരാണ് കണ്ടുപിടിച്ചത്. സോ ആ ഒരു ഹോളോകാസ്റ്റർ വഴി ഇവർക്ക് എല്ലാ ട്രെയിനേഴ്സിൻ്റെയും, ഇൻക്ലൂഡിങ് നമ്മൾ, എല്ലാ ട്രെയിനേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇവർക്ക് ചോർത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ, you know how the Mega Ring is used to awaken a Pokemon's power, right? Yes. Just like how the ultimate weapon can max out a Pokemon's power. Oh, ശരി. Looks like you and me are practically after the same thing. Yeah. മെഗാലക്ഷൻ ഇല്ലെങ്കിലും എനിക്ക് ബാറ്റിൽ ചെയ്യാൻ പറ്റും. അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മെഗാലക്ഷൻ എക്സ്ട്രാ പവർ, അതില്ലാതെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ. ഓക്കെ, ഹോണ്ടും അല്ലേ ഗൈസ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മെഗാ ഇലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പോക്കിമോൺ പവർഫുൾ എന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പോക്കിമോണിൻ്റെ ആയിട്ടുള്ള പവർ ഉണ്ട്. മെഗാ ഇലക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഇപ്പോഴുള്ള പവേഴ്സിന് കുറച്ച് എക്സ്ട്രാ ബൂസ്റ്റപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒരു എക്സ്ട്രാ പവർ, അത്രയേ ഉള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് പോക്കിമോനെ വെച്ച് ബാറ്റിൽ ചെയ്യാനും ജയിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വിവയിലാണ്. ഓക്കെ, വിവയിൽ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഐസ് ടൈപ്പാണ്. സോ നമുക്ക് എന്തായാലും സ്പീഡ് തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഐസ് ടൈപ്പാണ്, ഡാർക്ക് ടൈപ്പാണ്. സോ സൂപ്പർ എഫക്റ്റീവാണ്. ഐസ് ടൈപ്പ് പോക്കിമോൺ ആയതുകൊണ്ട് ഫൈറ്റിൻ്റെ സൂപ്പർ എഫക്റ്റീവാണ്. ഡാർക്ക് ടൈപ്പുമാണ്. സോ ഡബിൾ എഫക്റ്റാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? നേരത്തെ ഇറക്കിയത് ഹോണ്ടുമാണ്. സോ ഹോണ്ടും ഡാർക്ക് ടൈപ്പ് ആയതുകൊണ്ട് ഫൈറ്റിംഗ് ടൈപ്പ് സൂപ്പർ എഫക്റ്റീവാണ്. ഇവിടെ ഐസ് ടൈപ്പും രണ്ടും കൂടി ഇപ്പോൾ അതിന് വീക്ക്നെസ്സാണ്. ഓക്കെ, കണ്ടില്ലേ? അതാണ് കാര്യം. മെഗാ ഇലക്ഷനൊന്നും ഒരു ഇതുമില്ല. ഓക്കെ, സോ നമുക്കെങ്ങനെ ഫൈനലി എലിവേറ്റർ കിട്ടി. The power of the legendary Pokemon, the power to grant life to all around it. It's a mysterious ability that even scientists like us haven't been able to really decode. Okay. And എന്താണ്? What do you think will happen to the world if we fuel the ultimate weapon with something like that? എൻ്റെ പൊന്നി, അപ്പോൾ ഈ ലോകം അവസാനിക്കുമോ? അതായിരിക്കാം ഗൈസ്. ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇവർ ചെയ്യാൻ പോകുന്ന ഒന്നും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല. ഇവരുടെ മാത്രം ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നു. സോ ഗൈസ്, അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി കുറേ ടൈം പോയി. ഓക്കെ, ലെങ്തി ആയി. ഈ ഒരു എലിവേറ്റർ കിട്ടാൻ തന്നെ കുറേ ടൈം എടുത്തു. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.